celebrating 13 colorful years of capturing heartbeats of Carol Lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Hedge Brokery, 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ഫിനാൻഷ്യൽ അഡ്വൈസർ ഓഫ് ദി ഇയർ അവാർഡ് നേടി നോബൽ ജനാർദ്ദനൻ. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് നോബൽ. പേര് നോബൽ ജനാർദ്ദനൻ എന്നായതിനാൽ നോബൽ അല്ലാതെ ഒരു കാര്യവും ചെയ്യാനാകില്ല. പേരിനോടൊരു നീതി പുലർത്തേണ്ടേ. അമേരിക്കയിലെ 5ാമത്തെ വലിയ ബാങ്കായ PNC ബാങ്കിന്റെ ഫിനാൻഷ്യൽ അഡ്വൈസർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ കോട്ടയം കുമരകം സ്വദേശി നോബൽ ജനാർദ്ദനൻ പറയുന്നു, 3 ട്രില്യന്റെ നിക്ഷേപവും 50,000 ജോലിക്കാരുമുള്ള ബാങ്കിൽ 1000-ൽ പരം ഫിനാൻഷ്യൽ അഡ്വൈസർമാരുണ്ട്. അവരിൽ ഒന്നാമതാകുന്നത് നിസ്സാരമല്ല. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. 400-ൽ പരം ക്ലയൻസുകളുമായി 200 മില്യണിൽ പരം ഡോളറാണ് നോബലിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കാത്തിരിക്കുന്നത്. നോബൽ എന്ന പേരിനൊരു വിശദീകരണം. 4 വയസ്സുള്ളപ്പോൾ താൻ തന്നെയാണ് ആ പേര് സ്വീകരിച്ചതെന്ന് ഉണ്ണികൃഷ്ണനായ നോബൽ. അയൽവക്കത്തെ ചേച്ചി വായിക്കുന്ന നോവലിലെ കഥാപാത്രമായിരുന്നു നോബൽ. മാത്യു മാറ്റത്തിന്റെ നോവൽ എന്ന് കരുതുന്നു. തനിക്കും ആ പേര് വേണമെന്ന് അച്ഛനോട് പറയുന്നു. അദ്ദേഹം അത് സമ്മതിക്കുന്നു. നോബൽ എന്നത് ഒരു ക്രിയാനാമം മാത്രമാണെങ്കിലും അതൊരു ക്രിസ്ത്യൻ പേരായി കേരളത്തിലുണ്ട്. അതിനാൽ അങ്ങനെ ഒരു പേര് സ്വീകരിച്ചതിൽ കുടുംബത്തിൽ പലർക്കും എതിർപ്പുണ്ടായി. എന്നാൽ ആ പേര് അമേരിക്കയിൽ ഗുണപ്പെട്ടു എന്ന് നോബൽ. പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഒന്ന് ശ്രദ്ധിക്കും. പേരിനനുസരിച്ചാണോ പെരുമാറ്റമെന്നും വീക്ഷിക്കും. എന്തായാലും പേരുദോഷം വരുത്താനൊന്നും ചെയ്തിട്ടില്ലെന്നും നോബലിന്റെ സാക്ഷ്യപത്രം. അമേരിക്കയിലെ സമ്പന്നർക്കിടയിൽ 3 വിഭാഗം ഉപദേഷ്ടാക്കളുണ്ട്. CPAമാർ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നു. അറ്റോർണിമാർ നിയമകാര്യങ്ങളും, ഫിനാൻഷ്യൽ അഡ്വൈസർ അവരുടെ സ്വത്തും പണവും എങ്ങനെ നിക്ഷേപിക്കണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും ഉപദേശിക്കുന്നു. ക്ലയൻസിന് വിശ്വാസം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഉപദേശം തേടും. ഉപദേശം അനുസരിച്ചേ അവർ പ്രവർത്തിക്കൂ. ഈ വിശ്വാസം മുതലെടുക്കുന്ന ചുരുക്കം ചിലരെങ്കിലും ഈ രംഗത്തുണ്ട്. എന്നാൽ ഭൂരിപക്ഷവും വിശ്വസ്തർ തന്നെ. കാലിഫോർണിയ കേന്ദ്രമായുള്ള ന്യൂപോർട്ട് യൂണിവേഴ്സിറ്റിയുടെ ബാംഗ്ലൂർ കേന്ദ്രത്തിൽ നിന്ന് MBA എടുക്കുമ്പോൾ അമേരിക്ക എന്നൊരു സ്വപ്നം പോലുമില്ലായിരുന്നുവെന്ന് നോബൽ. യൂണിവേഴ്സിറ്റിക്ക് എത്ര വിശ്വാസ്യത ഉണ്ടെന്ന് പോലും അന്നറിയില്ലായിരുന്നു. ഇവിടെ വന്ന ശേഷമാണ് അത് ബോധ്യമായത്. ഭാര്യ സ്മിത നോബൽ ഇപ്പോൾ ഒർലൻഡോ റീജിയണിൽ യുണൈറ്റഡ് മലയാളി അഥവാ ഒരുമയുടെ പ്രസിഡന്റാണ്. നഴ്സ് ആയതിനാൽ അമേരിക്കയിലേക്ക് വഴി തുറന്നു. അങ്ങനെ 18 വർഷം മുൻപ് മേരിലാൻഡിലെത്തി. നാട്ടിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ 2 സ്റ്റേറ്റിന്റെ ചുമതലയുള്ള ഏരിയ മാനേജർ ആയിരുന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ ആദ്യം ശ്രമിച്ചത് സിയേഴ്സിൽ ഒരു സെയിൽസ്മാൻ ജോലിയാണ്. ഒരു തുടക്കം വേണമല്ലോ, പക്ഷെ കിട്ടിയില്ല. പോസ്റ്റ് ഓഫീസിലെ ജോലിയാണ് നല്ലതെന്ന ധാരണയിൽ അവിടെ ശ്രമിച്ചു. ജോലി കിട്ടി. എന്നാൽ ജോലിയിൽ ചേരുന്നതിന് 2 ദിവസം മുൻപ് അറിയിപ്പ് വന്നു. 2 വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്തതിനാൽ ജോലിക്ക് ചേരാനാവില്ലെന്ന്. ആയിടയ്ക്ക് മണി മാഗസിനിൽ ഏറ്റവും അഭിലഷണീയമായ 10 ജോലികളെ പറ്റി വായിച്ചു. ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ജോലി 3ാം സ്ഥാനത്ത് വന്നു. എന്നാൽ അതിനൊരു ശ്രമം നടത്താമെന്നായി. അങ്ങനെ അമേരിക്കൻ എക്സ്പ്രസിൽ അപേക്ഷിച്ചു. ട്രെയിനിയായി കിട്ടി. അവിടെ വെച്ച് വൻകിട കമ്പനി മെറിൽ ലിഞ്ചിലെ ഉന്നത ഉദ്യോഗസ്ഥനെ പരിചയപ്പെട്ടു. അവിടെ 2 വർഷം പ്രവർത്തിച്ചു. അപ്പോഴാണ് സാമ്പത്തിക പ്രതിസന്ധി വരുന്നത്. ജോലി നഷ്ടമായി. ആ സമയത്ത് ഒരു റിക്രൂട്ടറാണ് PNC ബാങ്കിലെ ഒഴിവിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ അവിടെ കയറി. ഇപ്പോൾ സീനിയർ വൈസ് പ്രസിഡന്റ്. വൈകാതെ ഫ്ലോറിഡയ്ക്ക് ചേക്കേറി. 2008 മുതൽ ഫോമയിൽ സജീവ സാന്നിധ്യമാണ് നോബൽ. എന്നാൽ സ്ഥാനങ്ങളൊന്നും ഏറ്റെടുക്കാൻ താല്പര്യമില്ല. ആദ്യകാലത്ത് ഫോമ പ്രസിഡന്റുമാരായ ശശിധരൻ നായരും ജോൺ ടൈറ്റസും ക്ലയൻസ് ആയിരുന്നു.
മെറ്റ് ലൈഫിലെ ജോർജ് ജോസഫ് പല ഉപദേശങ്ങളും നൽകിയതും പ്രയോജനപ്പെട്ടു. 2011-12 വർഷങ്ങളിൽ ഒരുമയുടെ പ്രസിഡന്റും അഡ്വൈസറി ബോർഡ് ചെയർമാനുമായിരുന്നു. 2008 മേരിലാൻഡിലായിരിക്കെ കേരള അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ വാഷിംഗ്ടണിന്റെ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ക്ലയൻസ് മിക്കവരും വെള്ളക്കാരാണ്. സ്വത്ത് കാര്യങ്ങളിലൊക്കെ അവർ രഹസ്യ സ്വഭാവം കാക്കുന്നു. ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യയ്ക്ക് സ്വത്തിനെ പറ്റി വലിയ ധാരണ ഉണ്ടാവണമെന്നില്ല. അപ്പോഴാണ് ഫിനാൻഷ്യൽ അഡ്വൈസറുടെ റോൾ. ഭാര്യയും മരിച്ചു കഴിയുമ്പോൾ സ്വത്ത് മക്കളിലെത്തുമ്പോഴും ഫിനാൻഷ്യൽ അഡ്വൈസർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. ചെറിയ തുക മുതൽ പല മില്യണുകൾ വരെയുള്ളവരാണ് ക്ലയൻസുകൾ. എന്നാൽ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നു എന്നതാണ് തന്റെ ശൈലി എന്ന് നോബിൾ പറയുന്നു. വിശ്വാസ്യതയാണ് ഈ ജോലിയിൽ പ്രധാനം. ഒരിക്കൽ കള്ളം പറഞ്ഞാൽ എല്ലാം തീരും. 5 വർഷമായി ഫ്ലോറിഡയിൽ ബാങ്കിന്റെ ടോപ്പ് അഡ്വൈസറാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച 50 പേരിൽ ഒരാളും. ലാസ് വേഗസ് കൺവെൻഷനിൽ വെച്ച് ദേശീയ ജേതാവിന്റെ മികവിനെ പറ്റി ചെയർമാൻ പറഞ്ഞത് കേട്ടപ്പോൾ ഭാര്യയ്ക്ക് സംശയം, അത് തന്നെ പറ്റിയാണോ എന്ന്. അങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിലും തന്റെ പേര് പറഞ്ഞപ്പോൾ അതൊരു അപൂർവ മുഹൂർത്തമായി. അമേരിക്കയിൽ സ്വന്തമായി ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടുള്ള ഏക വ്യക്തിയായിരിക്കും നോബിൾ. നാട്ടിൽ നിന്നു തന്നെ ക്രിക്കറ്റിൽ ഭ്രമമുണ്ടായിരുന്നു. 1.5 പതിറ്റാണ്ട് മുൻപ് നോബിളിന്റെ നേതൃത്വത്തിൽ ഒർലാൻഡോ ലയൺസ് ക്രിക്കറ്റ് ക്ലബ് രൂപം കൊണ്ടു. പിന്നീട് സ്വന്തമായി ഗ്രൗണ്ട് വേണമെന്ന മോഹമായി. അങ്ങനെ 3 ആൾ ചേർത്ത് 7 ഏക്കറിൽ സ്ഥലം വാങ്ങി ഗ്രൗണ്ടാക്കി. എല്ലാ ആഴ്ചകളിലും അവിടെ കളി നടക്കുന്നു. ഇപ്പോൾ ഒർലാൻഡോ ലയൺസ് ക്രിക്കറ്റ് ക്ലബ് ക്യാപ്റ്റനാണ്. പാം കോസ്റ്റിൽ പാർട്ട്ണർമാർക്കൊപ്പം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും നടത്തുന്നു. കുമരകം ചെങ്ങളം സ്വദേശിയായതിനാൽ വള്ളങ്ങളോട് കമ്പമുണ്ടാകുന്നതിൽ അതിശയമില്ല. 3500 മൈൽ ദൈർഘ്യമുള്ള മനുഷ്യനിർമ്മിതമായ ഇന്റർ കോസ്റ്റൽ വാട്ടർവേയുടെ മുന്നിലാണ് വീട്. വീട്ടുമുറ്റത്ത് സ്വന്തം ബോട്ടുണ്ട്. സുഹൃത്തുക്കളും മറ്റും വരുമ്പോൾ ബോട്ട് യാത്ര ഒഴിവാക്കാറില്ല. പാട്ടിനോടും ഇതേ അഭിനിവേശമാണ്. സൗണ്ട് എഞ്ചിനീയർ എന്ന നിലയിൽ ഒട്ടേറെ പേർക്ക് പാടാൻ ആത്മവിശ്വാസം പകർന്നു. ഭാര്യ ഇപ്പോൾ നഴ്സ് പ്രാക്ടീഷണറാണ്. 19 വയസ്സുള്ള ഏകപുത്രൻ നയൻ കോളേജ് വിദ്യാർത്ഥിയാണ്. പാട്ടിനോട് താല്പര്യം കാട്ടുന്നു. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈ ജോലിയിൽ പ്രധാനമെന്ന് നോബിൾ. ക്ലയൻസ് ജീവിത വിഷയം നേടിയവരാണെന്നത് മറക്കരുത്. അവരുമായി നല്ല ബന്ധം ഉണ്ടാക്കുന്നതിലാണ് കാര്യം. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.